ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പ് വെച്ചിട്ട് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്കിൻ കെയർ ഡേ ആണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. എനിക്ക് ഒഴിവ് എന്ന് പറയുന്ന ഒരു സാധനമല്ല. ഞാൻ രാവിലെ 8 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകും. ഞാനിപ്പോൾ കാലിക്കറ്റാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ കാലിക്കറ്റാണ്. ഞാൻ അവിടെ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി ഞാൻ ഏകദേശം എത്തുമ്പോൾ 5 മണി 6 മണിയുള്ളിലേക്കാണ് എത്തുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂഷൻ ഉണ്ട്, ഓഫ്ലൈൻ ട്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 8 to 9 മണി വരെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴാണ് ഞാൻ ഫ്രീ ആവുക. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ എനിക്കൊന്നും എൻ്റെ സ്കിന്നിനായാലും ഹെയറിനായാലും എനിക്കൊന്നും കൊടുക്കാനും ഒന്നും പറ്റില്ല. പിന്നെ ആ കൂടി ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ പറയുക, രാവിലെ കുളിക്കും, പിന്നെ സൺസ്ക്രീൻ ഇടും, മോയ്സ്ചറൈസർ ഇടും, അത് ചെയ്യും. പിന്നെ രാത്രി ആകുമ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിതേപോലെ മുഖം ക്ലെൻസ് ചെയ്യും, പിന്നെ ടോണർ ഉപയോഗിക്കും. പിന്നെ എന്താ പറയുക, ഫേസർ ഉപയോഗിക്കും. പിന്നെ ഞാനൊരു നൈറ്റ് ക്രീം, ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു നൈറ്റ് ക്രീം ഉപയോഗിക്കും. ഇതാണ് ആ കൂടി ചെയ്യുന്നത്. എനിക്ക് അതായത് എൻ്റെ സ്കിന്നിന് വേണ്ടി ആ കൂടി ഇപ്പം അത് ചെയ്യാൻ എനിക്ക് സമയമുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പറ്റുള്ള ശബ്ദമൊക്കെ ഉണ്ടായിരിക്കും, ക്ഷമിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ മുടി ഒന്ന് കെട്ടി അപ്പോൾ തന്നെ കുറച്ച് സമാധാനമാവും. മുടിയൊക്കെ കെട്ടി വെക്കണം. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും സ്കിൻ കെയർ ചെയ്യുമ്പോൾ കൂടി സംസാരിച്ചിട്ട് ചെയ്യാം എന്നുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് റിവ്യൂ കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മുഖമല്ല മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത് ഈ ഒരു മേക്കപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഗാർണിയറിൻ്റെ മിസെല്ല വാട്ടർ എടുത്തിട്ടുണ്ട്. മേക്കപ്പ് റിമൂവ് ചെയ്യാണ്. അത്യാവശ്യത്തിന് ഫൗണ്ടേഷൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഒരു ഹാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിലധികം നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴുകി വന്നിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷ് ആയിട്ട് എടുത്തത് ഡെർമ വൈബൻ്റെയാണ് കേട്ടോ, കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഞാൻ പൊട്ടൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് എം കഫേയുടെ ഒരു കോഫി ഫേസ് സ്ക്രബാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഡെർമാക്കോൻ്റെ 10% നിയാസിനമേറ്റ് ഫേസ് സീറോ ആണ്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിൽ ഫേസർ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ അറിയാതിരിക്കാം, കുരു വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻവൈബയുടെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് കുരു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും കുരു വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെയും കുരു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുരു വേറെ സ്ഥലത്തൊന്നും വരില്ല, ഇവിടെ ഇങ്ങനെ മാറി വന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി എൻ്റെ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്തപ്പോൾ എൻ്റെ കുരു വരൽ നിന്നു. അതങ്ങനെ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ കുരു എനിക്ക് വന്നിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിന്യൂസ്ലി എന്താ പറയുക സ്കിൻ കെയറും കാര്യവും ചെയ്തു വന്നപ്പോൾ എനിക്ക് പിന്നെ കുരു വന്നിട്ടില്ല. അതുപോലെ ആ ഒരു ഡാർക്ക് സ്പോട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറത്തിന്റെ ആയിരിക്കണം, കാരണം ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടാം, ഇതൊരു ആക്നെ മാർക്ക് പോകാനായിട്ടുള്ള ഒരു സിറാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അത് കുറഞ്ഞിട്ടുണ്ട്. അവർ കുരു വന്നിട്ടില്ല. പിന്നെ വേറൊരു കുരു എൻ്റെ മുഖത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ കുറച്ചുകൂടി നോക്കണം. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ എത്രയുണ്ടാവും, ഏകദേശം ഒരു 2 ആഴ്ച മേലെ ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് പോലെ എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലുണ്ടാക്കിയുള്ള ഒരു ഫേസ് സിറം, അലോവേര ജെൽ, വിറ്റാമിൻ ക്യാപ്സ്യൂൾ, പിന്നെ ഗ്ലിസറിൻ, ഇത് 3 മിക്സ് ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കൂടിയിട്ടായിരിക്കണം. എനിക്ക് അതിനെ കുരുക്കളും കാര്യങ്ങളും ഇപ്പോഴല്ല, ആ ഒരു പാടുണ്ട്, ആ ഒരു പാടിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് നിലവിലത്തെ അപ്ഡേഷൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഷീക്ക് ന്യൂട്രിക്സ് എന്നൊരു ബ്രാൻഡിന്റെ ഗ്ലൂട്ടാത്ത ടാബ്ലറ്റ് ആണ്. അതൊരു 20 ടാബ്ലറ്റ് ഉണ്ട്. ഇതും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ഒരു 20 ദിവസത്തെ ടാബ്ലറ്റ് ഉണ്ട്. ഞാനിപ്പോൾ എനിക്ക് ദിവസം കഴിച്ചു എന്നുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കഴിച്ച അന്നത്തെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി 20 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ സ്കിന്നും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഷീക്ക് ന്യൂട്രിക്സ് എന്നൊരു ബ്രാൻഡിന്റെ ഗ്ലൂട്ടാത്ത ടാബ്ലറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി റിസൾട്ട് എങ്ങനെയാണ് റിസൾട്ട് നോക്കിയിട്ട് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് 20 ദിവസം കണ്ടിന്യൂസ്ലി കഴിച്ചിട്ട് നമുക്ക് ബാക്കി റിസൾട്ട് പറയാം. നമുക്കിപ്പോൾ ആ ഒരു എം കഫേയുടെ ഒരു എന്താ പറയുക ഫേസ് സ്ക്രബ് നമുക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം. മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം ബ്ലാക്ക് ഹെഡ്സിൻ്റെയും വൈറ്റ് ഹെഡ്സിൻ്റെയും 5 വഴിയാണ് എൻ്റെ മുഖത്ത്, പ്രത്യേകിച്ച് ഈ ഒരു സൈഡ് ഉണ്ടാകും. ഇടയ്ക്ക് എനിക്ക് സങ്കടമൊക്കെ വരും. കാരണം മാതിരി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ എനിക്ക് കുറച്ചിട്ട് മാതിരി പാട് പോലെ കണ്ടില്ല. ഇപ്പം എൻ്റെ മുഖത്ത് ഇതുപോലെ നിൽക്കും. അപ്പം എനിക്ക് ദേഷ്യം വരും. കാരണം ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല, ഇത് മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അപ്പം നമുക്ക് എന്തായാലും സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഖം ഇവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടിയാണ്. പിന്നെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് ഉപയോഗിക്കുന്നത് ഞാൻ മിക്സ് ആക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് പോയി എന്നാൽ നമ്മൾ വെറുതെ എട്ട് പിന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ആഡ് ചെയ്തിട്ട് ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് അടിപൊളിയായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് മാസ്ക് പോലെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ഫേസിനുള്ള സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയായിരിക്കും ഞാൻ എന്താ പറയുക കഴുത്തിൽ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത്. കഴുത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. അത് പറയാനായിട്ട് ഞാൻ മറന്നു. ഞാൻ മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു സൗവർണിക ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുടെ. ഇത്
ഒന്ന് പറയാം പെയ്ഡോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ അത്രയും അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതാണ് കേട്ടോ എൻ്റെ കഴുത്തിൻ്റെ ഇത് കുറഞ്ഞേക്കാണ്. ആ ഒരു കുറഞ്ഞ കാര്യം പറയാനാണ് വന്നത്. സൗഗന്ധിക ആയുർവേദയുടെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഫേസിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആയുർവേദത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അത് ഞാൻ മുഖത്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഈ മറ്റേ എല്ലാം കൂടി പിന്നെ പറഞ്ഞു സമയമില്ല, മെയിനായിട്ട് സമയമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴുത്തിൽ പരട്ടി നോക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് രാത്രി എന്താ പറയുക നോർമലി സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴുത്തിൽ ഇത് അപ്ലൈ ചെയ്തു. സത്യമായിട്ടോ കേട്ടോ, സത്യം വെച്ചാൽ സത്യമായിട്ടും എൻ്റെ വിഷ്ണുവാണ് സത്യം. 3-4 ദിവസമായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ട് അൺബിലീവബിൾ ആണ്. അൺബിലീവബിൾ എന്ന് വെച്ചാൽ അൺബിലീവബിൾ ആണ്. കാരണം അത്രയും പിഗ്മെന്റഡ് ആയിരുന്ന എൻ്റെ കഴുത്ത് എന്താ പറയുക ഒന്ന് ലൈറ്റനായിട്ടുണ്ട്. ഞാൻ 3-4 ദിവസത്തെ റിസൾട്ടാണ് ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ ഇത് മാറും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട് സത്യസന്ധമായിട്ടുണ്ട്. കാരണം അത്രയും പിഗ്മെന്റഡ് ആയിട്ട് ഞാൻ ഗൂഗിളകത്ത് ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഭയങ്കര സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ്. വെറുതെ എന്തായാലും ഇവിടെ ഇരിക്കണതല്ല, അപ്പോൾ എന്തായാലും പരട്ടി നോക്കി നോക്കാം സ്കിൻ കെയറിന് കൂടെ അതങ്ങനെ കരട്ടിയിട്ട് ഞാൻ കിടന്നു പറഞ്ഞു. രാവിലെ എനിക്കിപ്പോൾ കുളിക്കുമ്പോൾ അതങ്ങനെ കളയും. ഇതാണ് പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ തള്ളി പറയുന്നതല്ല, ഞാൻ സത്യസന്ധമായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പാല് നേച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്. അപ്പോൾ ഞാൻ മുഖത്ത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഡ്രസ്സിൽ മുഴുവൻ വെള്ളമാവും. അപ്പോൾ എനിക്ക് മടിയുടെ കാരണം കൊണ്ടാണ്. ഞാൻ മുഖത്ത് നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഉണങ്ങണം വരെ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് കഴുകി കളയാം. പ്രൊഡക്റ്റിന്റെ ഒരു അപ്ഡേഷൻ പറയാനാണ് വന്നത്. അത് പിന്നെ കഴിച്ചില്ല, ഐ തിങ്ക് കാലിക്കറ്റ് ആണ് തോന്നുന്നു. അതെ കാലിക്കറ്റ് ആണ്. നിങ്ങളുടെ എന്താ പറയുക ലിപ്പ് ഭയങ്കര ഡാർക്കൺ ആണെങ്കിൽ അതൊന്ന് ആ ഒരു പിഗ്മെന്റേഷൻ അത്രയും ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എം കഫേയുടെ ലിപ് സ്ക്രബ് കേട്ടോ. എഫോർഡബിൾ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല, പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് തന്നെ റിസൾട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് അത്രയും പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലിപ് സ്ക്രബ് ആണ്. എഫോർഡബിൾ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നു. അതായത് നമുക്ക് ആദ്യത്തെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും, പക്ഷെ ആ ഒരൊറ്റ യൂസ് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ആ ഒരു ലിപ്പ് ഡാർക്കൻ ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടുണ്ട് എം കഫേയുടെ ലിപ് സ്ക്രബ്. നമ്മളിപ്പോൾ ഫേസ് മാസ്ക് ആയിട്ട് ഫേസ് പാക്ക് ആണോ ഫേസ് മാസ്ക് ആണോ എന്തോ ആ സാധനം നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഞാനൊരു ഷീറ്റ് മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഒരു ഷീറ്റ് മാസ്ക് ആണ്. റേഡിയൻ ആൻഡ് ഗ്ലോയിങ് സ്കിൻ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇൻഫ്യൂസ്ഡ് വിത്ത് ലെമൺ എസെൻസ് എന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ എന്താ പറയുക ഈ ഒരു ഫേസ് ഷീറ്റ് മാസ്ക് ആ സാധനം ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടിക്കണം. അടിപൊളി സ്മെല്ല് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ എക്സസൈസ് ആയിട്ടുള്ള ആ ഒരു സാധനം ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ. കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിൽ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ സംബന്ധിച്ചിട്ട് സ്കിൻ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക അതൊരു സെൽഫ് ലവ് ആണ്, അല്ലാതെ വെളുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചത് സെൽഫ് ലവ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, ഫ്രണ്ട് പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ഫേസ്ബുക്കിൽ ഒരു റീൽ പോലെ സംഗതിയില്ല, അങ്ങനെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് അയച്ചു തന്നിട്ടിങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഈ ഒരു യൂട്യൂബേഴ്സ് ഇടുന്ന എന്താ പറയുക വെളുക്കാനുള്ള വൈറ്റിംഗ് ക്രീം അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ വെളുത്തിട്ട് പറയാം അങ്ങനത്തെ വൈറ്റിംഗ് ക്രീമുകളല്ല. പൊതുവെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്താ പറയുക ഒരു എന്താ പറയുക പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അങ്ങനത്തെ രീതിക്ക് ഒരു സാധനം എനിക്ക് അയച്ചപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ എന്താ പറയുക ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് വെളുപ്പ് അങ്ങനത്തെ കാര്യമില്ല. എൻ്റെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ മേക്കപ്പ് ചെയ്യുന്നതായാലും മേക്കപ്പ് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇപ്പം എന്താ പറയാനും നമ്മുടെ ഉള്ള സ്കിന്ന് കുറച്ചൊരു നല്ല വൃത്തിക്ക് ബാക്കിയുള്ളവരെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേസ് കുറച്ചൊന്ന് വൃത്തിക്ക് ബാക്കിയുള്ളവരെ മുന്നിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക എന്ന് മാത്രമേ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. അത് ചെയ്യണമെന്നില്ല, ആവശ്യമുള്ളവർക്ക് ചെയ്യാം, ആവശ്യമില്ലാത്തവർക്ക് ചെയ്യണ്ട. ഇപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ അമ്മമാർ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഒക്കെ പേഴ്സണൽ ചോയ്സ് ആണ്, അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ആരും ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഞാനെന്നല്ല ഈ ഒരു എന്താ പറയുക ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന ആരും ഇങ്ങനെ പുഷ് ചെയ്തില്ല, അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ആരും പുഷ് ചെയ്യുന്നില്ല, നമ്മൾ ആരും പുഷ് ചെയ്യുന്നില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് ഇഷ്ടമാണ് ബ്യൂട്ടി കോണ്ടൻസ് ചെയ്യാൻ, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ അത്രയും പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ പഠിക്കുന്ന ജോലീസാണ്, അതല്ല അറിയാമെന്ന് പറഞ്ഞത്. ഞാൻ അത്യാവശ്യം വായിക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് ഫോളോ ചെയ്യുന്ന, രാത്രി 8 മണിക്ക് ഇരുന്ന് ന്യൂസ് ചാനൽ കാണുന്ന, ലോകത്തിൽ ചുറ്റും എന്താണ് നടക്കുകയെന്ന് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ എനിക്കിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു മേക്കപ്പ് അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതും കൂടി പറഞ്ഞല്ലോ, ക്ലിയർ ആയിട്ട് പറയണല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എനിക്കിതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ആണ്ട് പറയും നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വാങ്ങി ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി. ആരും ഞാൻ പുഷ് ചെയ്യുന്നില്ല. എനിക്കിഷ്ടമാണ്. കണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്, അത് എഡിറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, അത് ആളുകൾ കാണുമ്പോഴുള്ള ആ ഒരു റെസ്പോൺസ് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുക ഗൂഗിൾക്ക് ഇപ്പോൾ എന്തായാലും വ്യൂസ് എന്നൊക്കെ തോന്നായിരിക്കും. പക്ഷേ ഒരു എന്താ പറയുക ഒരു 10-200 പേര് കണ്ടെങ്കിൽ 200 പേരിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും പിന്നെ ഹോം റെമഡി ആണെങ്കിലും അങ്ങനെയൊക്കെ പേഴ്സണലി എനിക്ക് അറിയുന്നവരുണ്ടോ, അറിയാത്തവരെന്നല്ല, അറിയുന്നവരായാലും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടി ഇത് എനിക്കിപ്പോൾ എന്താ പറയുക മുഖത്ത് ഡാർക്ക് സ്പോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ മുടി കൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ലിപ്സ്റ്റിക്കാണ് നല്ലതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ആരും ഞാൻ നിർബന്ധിക്കാൻ എന്താ ഫോഴ്സ്ഫുള്ളി പറയുന്നില്ല. പിന്നെ ഒരാളുടെ സ്കിൻ ഞാൻ അത്ര ഫെയർ ആയിട്ടുള്ള ഒരാളേ അല്ല. എൻ്റെ മുഖത്ത് കുത്തും കോമൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ അത്ര ഫെയർ ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ ഇപ്പം എന്നങ്ങനെ പറയാൻ മാത്രം ഞാനങ്ങനെ ഫെയർ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ ഉള്ള സ്കിൻ കുറച്ചും കൂടി മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വൃത്തിക്കിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഒരാൾ എന്താ പറയുക കറുപ്പ് വെളുപ്പ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ എന്നുള്ള സത്യത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ കറുത്തു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കളർ കുറഞ്ഞു വെച്ചാൽ അത് ഒരിക്കലും അയാളുടെ കുറ്റമല്ല. ഇപ്പോൾ ഒരാൾ ഭയങ്കര ഹൈറ്റ് അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ അപ്പോൾ ആൾ മുഖത്ത് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും പാടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന് ഞാൻ ഐശ്വര്യ ആവണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമുക്ക് അറിയില്ല, നമ്മളെങ്ങനെ ജനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രൂപം എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് ജനിച്ചു പോകണമെന്നാണ്. അപ്പോൾ അത് ആരുടെയും കുറ്റമല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി കാണിച്ചിട്ട് പോകാം. നമ്മുടെ ന്യൂട്രിമെൻ്റെ മോയ്സ്ചറൈസർ എടുക്കുന്നുണ്ട്. അത് ഞെക്കി പിന്നിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എന്നെ വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നുന്നു. കാരണം കുറേ നാളായി ഇങ്ങനത്തെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഹെയർ പിന്നെ തൊടാറില്ല. അത് വലിയ മടിയായി. കാരണം ഹെയർ കെയർ ചെയ്ത് തുടങ്ങണം. കാരണം ഇവിടെ നല്ല രീതിക്ക് തന്നെ കൊഴിയുന്നുണ്ട്. ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇത് ചെയ്തു. ഇനി ബാക്കി എൻ്റെ മെയിൻ ഐറ്റം വിട്ടിട്ട് എനിക്കൊരു കഴിയില്ല. അതിൻ്റെ അമ്മ വന്നോട്ടോ. അമ്മ വന്നിട്ട് നമുക്ക് നമ്മൾ കായ ബജി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എരിവാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് കായ ബജി മേടിച്ചത്. അപ്പോൾ അപ്പം എന്താ ലിപ് ബാം ഇടണമെന്ന് വെച്ചിരുന്നു, പക്ഷേ ഇനി പറ്റില്ല, കഴിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഓമാ.